Hello everyone, welcome to ICA lectures. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൊറിയർ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഫൊറിയർ സീരീസ് എന്താണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോ ടേംസുകൾ നമ്മൾ ആ സീരീസിലെ ഓരോ ടേംസുകൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ നമ്മൾ ഓരോ ടേംസുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ PSC എക്സാംസുകൾക്ക് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് രീതിയിലാണ് നമുക്ക് ഏത് ടേംസാണ് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മുടെ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൊറിയർ സീരീസിൽ ആദ്യം സൈൻ ആൻഡ് കൊസൈൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള പീരിയഡ് 2πയും 2c ആയിട്ടുള്ള പീരിയഡ്സിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ, അത് കഴിഞ്ഞിട്ട് ഈവൻ ഓഡ് ഫംഗ്ഷൻസ്, അത് കഴിഞ്ഞിട്ട് ഹാഫ് വേവ് എക്സ്പാൻഷനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലെ ഫസ്റ്റ് സെഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് സെഷനിൽ നമ്മൾ അതിൻ്റെ ബേസിക്സ് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സംഭവമാണ് ഫംഗ്ഷൻസ് ഹാവിംഗ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഫംഗ്ഷൻസ് ഹാവിംഗ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, സോ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഫൊറിയർ സീരീസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ടേക്കിംഗ് ദ റേഞ്ച് 0 to 2π. ഓക്കെ, we are taking the range 0 to 2π or -π to π. So രണ്ട് കേസായാലും 2π ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ 2π is the period. Here is 2π is the period, 0 to 2π, or even if it is -π to π, that means -π to 0, then 0 to 2π, that is -2π. Here in both cases 2π is the period. What is the meaning? 2π is the period means ഓരോ 2πയിലും എന്ത് ചെയ്യുക, ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഉള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് നമ്മൾ എന്താ പറയുന്നത്, ആ 2π എന്ന് പറയുന്ന പീരിയഡ്, 2π എന്ന പറയുന്ന പീരിയഡിൽ എന്താണ്, ആ പീരിയഡിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ബ്രേക്ക് അറ്റ് എനി പോയിന്റ്. ഒരൊറ്റ പോയിന്റിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഇത് പ്രീവിയസ് സെഷനിൽ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് x0. x0യിൽ എന്ത് വരുന്നുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. x0 എന്ന് പറഞ്ഞാൽ എന്താണ്, x0 ഈസ് ഇൻ ബിറ്റ്വീൻ 0 to 2π ആവാം, അതല്ലെങ്കിൽ എന്താവാം, x0 ഈസ് ഇൻ ബിറ്റ്വീൻ -π to π. ഓക്കെ, -πയുടെയും പൈയുടെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ 0 to 2πൻ്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് x0. ആ x0യിൽ എന്ത് വരുന്നുണ്ട്, ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി ഫോർ അവർ ഫംഗ്ഷൻ. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് അവർ ഫംഗ്ഷൻ as f of x. അപ്പോൾ നേരത്തെ കേസിലൊക്കെ നമുക്ക് ഇതാ ഫംഗ്ഷൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു പീരിയഡിക് ഫംഗ്ഷൻ ആണ്. പക്ഷേ ഈ കേസിൽ എന്ത് വരുന്നുണ്ട്, ഈ കേസിൽ ദർ ഈസ് എ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് x0യിൽ ഞാൻ ഡിസ്കണ്ടിന്യൂ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മുടെ ഫംഗ്ഷൻ എന്താ ഇങ്ങനെ വരയ്ക്കുന്നു. ദെൻ ആ പോയിന്റിലെത്തി പിന്നെ അവിടുന്ന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, പിന്നെ ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ഈ രീതിയിൽ ദർ ഇസ് എ നമ്മൾ ഒരൊറ്റ ഫംഗ്ഷൻ, ഇപ്പോൾ f of x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട്, ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഞാനിതാ ഫംഗ്ഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്ക്. ഓക്കെ, 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എൻ്റെ ഇതാ 2π എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് ഞാൻ പീരിയഡ് ആയിട്ട് എടുക്കുന്നത്, 2π എന്ന് പറയുന്ന പോയിന്റിൽ. സോ നേരത്തെ കേസിൽ 0 മുതൽ 2π വരെ നമ്മുടെ f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. ഓക്കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നമ്മുടെ f of x തന്നെ എന്താണ്, x0 എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ x0 വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, f1 of x എന്നുള്ള ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. x0 മുതൽ 2π വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, f2 of x എന്നുള്ള ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. f1 of x f2 of x. മൊത്തത്തിൽ എടുത്താൽ 0 മുതൽ 2π വരെ എന്നുള്ള നമ്മൾ കാണുന്ന ഇതാണ് f of x തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ. ബട്ട് ആ ഡിസ്കണ്ടിന്യൂറ്റി വരെയുള്ളത് നമ്മൾ f1 of x ആയിട്ടും ഡിസ്കണ്ടിന്യൂറ്റിക്ക് ശേഷമുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, f2 of x ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫൊറിയർ എക്സ്പാൻഷൻ എഴുതുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫൊറിയർ എക്സ്പാൻഷൻ എഴുതുന്നത്. സോ ഫൊറിയർ എക്സ്പാൻഷൻ ഫൊറിയർ എക്സ്പാൻഷൻ ഓഫ് f of x ഞാൻ എഴുതുന്നതാണ് ഫൊറിയർ എക്സ്പാൻഷൻ. Okay, so Fourier expansion of f of x is equal to a0/2 plus sigma n is equal to 1 to infinity, cos nx, an cos nx, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ bn ടേം ഈസ് സിഗ്മ n is equal to 1 to infinity bn sin nx. Okay, so you know all this already. There is no change. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഫൊറിയർ എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ട് ഒരു ചേഞ്ച് വരുന്നില്ല. പിന്നെ എവിടെയാണ് ചേഞ്ച് വരുന്നത്, ദർ ഇസ് എ ചേഞ്ച് ഇൻ a0, an and bn ഇക്വേഷൻസ്. ഓക്കെ, a0, an, bn ഇക്വേഷൻസ് എന്താണ് ഇക്വേഷൻസിൽ വരിക. ഇൻ കേസ് ഓഫ് a0 is equal to എന്താണ് നമ്മൾ പ്രീവിയസ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, a0 is equal to 1/π integral 0 to 2π f of x dx. ഓക്കെ, ഹിയർ 1/π ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കുന്നു ഞാൻ. ഹിയർ 1/π ഇൻറ്റു ഫസ്റ്റ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് റേഞ്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്, 0 മുതൽ x0 വരെ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ കൊടുക്കുന്ന ഇൻറ്റഗ്രൽ 0 to x0. അപ്പോൾ ആ സമയത്തുള്ള ഫംഗ്ഷൻ ഏതാണ്, f1 of x ആണ്. സോ f1 of x dx.
പ്ലസ് ഇൻ്റഗ്രൽ അടുത്ത റേഞ്ച് ഏതാണ് x0 to 2π ആണ്. ആ സമയത്തുള്ള ഫംഗ്ഷൻ എന്താണ് f2 of x dx. ഓക്കെ, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, കാരണം 1/π എന്ന് പറയുന്ന രണ്ടിനും ഈ രണ്ട് ടേമിനും നമ്മൾ 1/π അപ്ലൈ ചെയ്യണം. സോ അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റ് എടുത്തത്. സോ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to x0 f1 of x dx പ്ലസ് ഇൻ്റഗ്രൽ x0 to 2π f2 of x dx. ഇനി -π to πൻ്റെ അടുക്കാണ് x വരുന്നെങ്കിലോ -π to x0 എന്ന് വരും. ഇവിടെ എന്ത് വരും x0 to π എന്ന് വരും. ഓക്കെ, -π to x0 എന്ന് വരും, x0 to π എന്ന് വരും. എങ്ങനെയാണ് -π to πൻ്റെ അടുക്കാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി x0 പ്ലേസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ ആണല്ലോ, ക്ലിയർ. സോ കറസ്പോണ്ട്ലി നമുക്ക് എന്ത് ചെയ്താം, ഇതുപോലെ തന്നെ നമുക്ക് ഏത് ചെയ്താം, ഡിഫറൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ നമുക്ക് ഏത് ചെയ്താം, an-ഉം bn-ഉം എഴുതാം. ഓക്കെ, an-ഉം bn-ഉം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ an is equal to here also 1/π, here also 1/π into 1/π into integral 0 to x0 f1 of x cos nx. നമുക്കറിയാം n വരുമ്പോൾ cos nx എടുക്കണം, cos nx dx പ്ലസ് ഇൻ്റഗ്രൽ x0 to 2π f2 of x cos nx dx close the bracket. Okay, then bn is equal to 1/π into integral 0 to x0 f1 of x ഏത് വരും sin nx dx വരും. ഓക്കെ, sin nx dx ആണ് bn കാണുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. പ്ലസ് ഇൻ്റഗ്രൽ ഏത് റേഞ്ച് കൊടുക്കണം നമ്മൾ x0 to 2π f2 of x sin nx dx close the bracket. ഓക്കെ, അപ്പോൾ 1/π ഒക്കെ എല്ലാ രണ്ട് ടേമിനും വരുന്നതാണ്. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് a0 an and bn in case of functions having point of discontinuity. ഏത് പോയിന്റിലാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ദ പോയിന്റ് x0. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് 0 to x0 to 2π എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ പ്രീവിയസ് സെഷനിൽ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. a0 ഇൻ ദി ഫോറിയർ എക്സ്പാൻഷൻ 4 നിങ്ങളുടെ a0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ f of x is equal to -π when -π less than x less than 0 x when x0 less than x less than π. Okay, so the value of x എന്ത് വരുന്നുണ്ട് -π മുതൽ 0 വരെയാണെങ്കിൽ നമുക്ക് -π ആണ് വാല്യൂ കിട്ടുക, 0 മുതൽ π വരെയാണെങ്കിൽ നമുക്ക് ഏതാണ് x ആണ് വാല്യൂ കിട്ടുക. സോ ഇയർ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത് ഏതാണ് x0 ഏതാണ് 0 ആണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അല്ലേ. ആ 0യിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയത്. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നതാണ്. സോ നമ്മളോട് ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് a0 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് ആർ ഗിവൺ ബൈ π/2 -π/2 3π/2 and 0. Okay, and 0. And the equation for a0 is given by a0 is equal to എന്താണ് നമ്മൾ പറഞ്ഞത് 1/π into integral 0 to point of discontinuity. Here point of discontinuity x0 എന്ന് പറയുന്നത് ഏതാണ് 0 ആണ്. ഓക്കെ, സോ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ 0 to 2π അല്ല -π to π ആണ് നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ റീജിയൻ എന്ന് പറയുന്നത്, നേരത്തെ റീജിയൻ ഏതായിരുന്നു 0 to 2πയിലാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ് -π to π ആണ്. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ തുടങ്ങുമ്പോൾ എന്ത് കൊടുക്കണം -π മുതൽ 0 വരെ f1 of x. ഏതാണ് f1 of x എന്ന് പറയുന്നത്, ഇതായിരിക്കും നമ്മുടെ f1 of x, ഇതായിരിക്കും f2 of x എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഈ f1 of x f2 of x ഉദ്ദേശിക്കുന്നത്, എന്താ നമ്മുടെ കർവ് ഇതാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് -π to 0 ആണ്, പിന്നെ 0 to ഏതാണെന്ന് പറഞ്ഞു π ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കർവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കർവ് വരുന്നത് ഫസ്റ്റത്തെ, പിന്നെ അവിടെ ബ്രേക്ക് ഉണ്ടാവും, അടുത്ത കർവ് ഇങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ആദ്യത്തെ π ആണ് കോൺസ്റ്റൻ്റ് ആണ്, അടുത്ത് എക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത എക്സ് എന്ന് പറയുമ്പോൾ 0 to πയിൽ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, അടുത്ത -π എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വരാം, ലൈന് -π ആയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഏത് വരുന്നത് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f1 of x എന്ന് പറയുന്നത് എന്താണ് -π ആണ്, f2 of x എന്ന് പറയുന്നത് എന്താണ് എക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം ഇൻ്റഗ്രൽ -π to 0 f1 of x നമ്മൾ പറഞ്ഞത് എന്താണ് -π dx പ്ലസ് ഇൻ്റഗ്രൽ അടുത്ത ഏതൊരു റേഞ്ച് 0 to π ഏതാണ് ഇവിടെ f2 of x എന്ന് പറയുന്നത് എക്സ് ആണ്, f2 of x എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം x dx. ഓക്കെ, ക്ലിയർ a0. ഇനി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 1/π -π dx എന്ത് വരും -πx -π to 0 plus x dx into the x square by 2 0 to pi.
ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ആദ്യം 0 കൊടുക്കുമ്പോൾ 0 ആയിരിക്കും. മൈനസ് പൈനെ ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ 1/π ഇൻറ്റു മൈനസ് പൈ ഔട്ട് സൈഡ് എടുക്കുന്നു മൈനസ് പൈ ഇൻറ്റു എക്സിന് 0 കൊടുക്കുക 0 മൈനസ് പൈ എന്ന് വരും. അപ്പോൾ പ്ലസ് പൈ വരും. ഓക്കെ, 0 മൈനസ് പൈ ഇൻറ്റു പ്ലസ് പൈ എന്ന് വരും. പ്ലസ് ആദ്യം പൈ കൊടുക്കുമ്പോൾ പൈ സ്ക്വയർ ബൈ 2 ദെൻ അടുത്ത് വരുമ്പോൾ 0. So that's equal to 0 കൊടുക്കുമ്പോൾ 0 ആയിരിക്കും. That's equal to 1/π. That's equal to 1/π ഇൻറ്റു മൈനസ് പൈ ഇൻറ്റു പ്ലസ് പൈ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. മൈനസ് പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബിഗർ പൈ സ്ക്വയറിന് ഇത് മൈനസ് ചെയ്യാം. മൈനസ് പൈ സ്ക്വയർ മൈനസ് ബിഗറിന് ശേഷം മൈനസ് പൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ദർ ഇസ് എ 1/π. ഇവിടെ 1/π വരുന്നുണ്ട് 1/π. സോ ദാറ്റ് ഈസ് പൈയും പൈ സ്ക്വയറും ക്യാൻസൽ ആവും. സോ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2. സോ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ, മൈനസ് പൈ ബൈ 2. ഓക്കെ, സോ ഇവിടെ കേസിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മൾ ചെയ്യുന്നതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റുകളിൽ നമ്മൾ ആ ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഫംഗ്ഷൻ എടുക്കുമ്പോഴാണ് പലരും തെറ്റിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആ ബ്രേക്ക് നിങ്ങൾ നോക്കും 0 to π. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് -π to 0 -π dx പ്ലസ് ഇൻ്റഗ്രൽ 0 to π -π dx എന്ന് എഴുതും. ഇവിടെ നമ്മൾ ആ ഫംഗ്ഷന് ഡിഫറൻറ്റ് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ സെയിം കേസ് തന്നെ ഈ പ്രോബ്ലം നമ്മൾ ഇതുപോലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എഴുതിയത് 2 പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂ, ഒറ്റ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ദർ മേ ബി മോർ ദാൻ 1 പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ദർ മേ ബി മോർ ദാൻ 1 പോയിന്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 2 നിങ്ങൾ എഴുതേണ്ട 2 എന്ന് പറയുന്നു നമ്മൾ പറഞ്ഞു -π മുതൽ എക്സ് 0 മുതലല്ല പറഞ്ഞു, പകരം -π മുതൽ എക്സ് മുതൽ -π/2 വരെ 2 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത വാല്യൂ -1 ഏത് മുതൽ -π/2 മുതൽ 0 വരെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. അടുത്ത 1 ഏത് മുതൽ 0 മുതൽ എക്സ് മുതൽ π/2 വരെ. ഓക്കെ, അടുത്തത് 0 ഏത് മുതൽ π/2 മുതൽ എക്സ് π/2 മുതൽ പൈ വരെ. ഓക്കെ, സോ -π മുതൽ പൈ വരെ നമ്മൾ എത്ര എടുത്തു? നമ്മൾ 4 റീജിയൻ ആയിട്ട് എടുത്തു. ദാറ്റ് മീൻസ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ ആരൊക്കെയാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി? x01 എന്ന് പറയുന്നത് ഒരു -π/2 ആണ്. x02 എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ 0 ആണ്. x03 എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ π/2 ആണ്. ദാറ്റ് ഈസ് 3 പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണ്ടി വരും? 4 ആണ്. അപ്പോൾ a0 ആണ് കാണുന്നെങ്കിൽ ഇൻ്റഗ്രേഷൻ കൊടുക്കേണ്ടി വരും. ആദ്യത്തിൽ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? -π to -π/2 കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ 2 ആണെങ്കിൽ 2dx. അടുത്തത് -π/2 to 0 വരെ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ -1 dx. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എത്രയാണ് നമ്മുടെ റേഞ്ച് വരുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഇൻ്റഗ്രേഷന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f of x is equal to -k when -π less than x less than equal to 0, k when 0 less than x less than π. നമ്മുടെ a ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ k is just a constant. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് kn, സോറി ഇത് k/π ആണ്. k/π ഇവിടെ kn/π. ഓപ്ഷൻ ബി kn/π. ഓപ്ഷൻ ബി k into n/π. ഓപ്ഷൻ സി -1 raised to n kn/π. ഓപ്ഷൻ ഡി 0. അപ്പോൾ നമ്മുടെ n ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കോൺസ്റ്റന്റ് ആണ് kn - k എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഏതാണ്? x0. നമ്മൾ എടുത്ത x0 പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? 0 തന്നെയാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻ ഫോർ an is equal to 1/π ടേക്ക് കോമൺ ദെൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? -π to 0. കറസ്പോണ്ടിങ് സമയത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് -k. അവിടെ എന്താണ് വരുന്നത്? f of x dx ആണ് അല്ല, എന്താണ് f1 of x cos nx ആണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം an ആണ്. സോ -k cos nx dx പ്ലസ് ഇൻ്റഗ്രൽ 0 to π, രണ്ടാമത്തെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π. ആൻഡ് ആ സമയത്തുള്ള f2 of x എന്താണ്? k ആണ്. k ഇൻറ്റു cos nx dx. ഓക്കെ, an അല്ലേ, an ആകുമ്പോൾ നമ്മൾ cos nx ആണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -k കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുക്കാം. -k ഇൻറ്റു cos nxൻ്റെ എന്ത് വരും? sin nx അല്ലേ, sin nx ഡിവൈഡ് ബൈ nxൻ്റെ n. അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കാം. എന്താ വരുന്നത്? -π to 0 പ്ലസ് പ്ലസ് k ഔട്ട്സൈഡ് എടുക്കാം. k ഇൻറ്റു cos nxൻ്റെ നമ്മൾ പറഞ്ഞു sin nx ഡിവൈഡ് ബൈ nxൻ്റെ n ആണ്. ഹിയർ ആൾസോ ലിമിറ്റ് എന്ന് പറയുന്നത് k-നുള്ളിൽ വെക്കാം, വലിയ പുറത്തെടുക്കാം. ഇവിടെ -k-നുള്ളിൽ എടുക്കാം, വലിയ വ്യത്യാസമില്ല. 0 to π ആണ് അല്ലേ, 0 to π ആണ് വരുന്നത്. ഓക്കെ,
ഇനി നിങ്ങൾ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് കൊടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്യാത്തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇവിടെ 0യും -πയും ആണ്. സൈൻ എന്നിൻ്റെ കൂടെ നിങ്ങൾ 0 കൊടുത്ത സൈൻ n × 0 സൈൻ 0 എന്ന് വരും. സൈൻ 0 = 0. ഇനി നിങ്ങൾ -π കൊടുത്താൽ സൈൻ n × -π സൈൻ -nπ ദാറ്റ് ഈസ് ഈക്വൽ ടു -sin π -sin nπ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എൻ്റെ ടേം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് കൊടുത്തുന്ന ആ 2 ടേം. ഇനി ഇവിടെ പൈ കൊടുത്ത് നോക്കാം. പൈ കൊടുത്താൽ സൈൻ nπ / n എന്ന് വരും. സൈൻ nπ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിന് ഏത് വാല്യൂ കൊടുത്താലും nπ 0 ആണ്. 0 കൊടുത്താൽ സൈൻ nx n × 0 സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ ആണല്ലോ. സോ പൈ ആയിക്കോട്ടെ -π ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ സൈനിൻ്റെ കൂടെ വന്നാൽ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. സോ ഈ ടേം തന്നെ ആയിരിക്കും 0. സോ 0 + 0 × 1/π എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, വി വിൽ ഗെറ്റ് 0. ഓക്കെ, സോ വാട്ട്സ് അവർ ആൻസർ? an is equal to 0 ആണ്. സിമ്പിൾ ആണ്. an is equal to 0 ആണ്. ആൻഡ് ഹിയർ ഈസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 0. an is equal to 0. ഓക്കെ, ക്ലിയർ. സോ ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ തന്നെ ഫോറിയർ സീരീസിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ് അടുത്ത ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ വേരിയബിൾ, ചേഞ്ച് ഇൻ ഇൻ്റർവൽ, സോറി ചേഞ്ച് ഇൻ വേരിയബിൾ അല്ല, ചേഞ്ച് ഇൻ ഇൻ്റർവൽ. അപ്പം നമ്മൾ പറഞ്ഞ ഇൻ്റർവൽ ഏതായിരുന്നല്ലോ, 2π ആയിരുന്നു നമ്മൾ പറഞ്ഞ ഇൻ്റർവൽ അല്ലേ. നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇക്വേഷൻസ് തന്നു. ഏതൊക്കെയാണ് ഇക്വേഷൻസ്? ആൽഫ മുതൽ ആൽഫ + 2π വരെ ഉള്ളത്, 0 മുതൽ 2π വരെ ഉള്ളത്, -π മുതൽ π വരെ ഉള്ളത്, -π മുതൽ π വരെ ഉള്ളത്. ഈ കേസൊക്കെ എടുത്താൽ ഓക്കെ, ആൽഫ + 2π -α പറഞ്ഞാൽ 2π കിട്ടും, 2π - 0 പറഞ്ഞാൽ 2π കിട്ടും, π - -π എന്ന് പറഞ്ഞാൽ എന്തിട്ട് 2π കിട്ടും. അപ്പോൾ ഈ കേസുകളൊക്കെ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, 2π ആണ് നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത് അല്ലേ. 2π ആണ് നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ എല്ലാ കേസിലും, എല്ലാ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിലും നമ്മൾ 2π തന്നെ ഇൻ്റർവൽ ആയിക്കൊണ്ടുള്ള ഫംഗ്ഷൻസുകളായിരിക്കുമല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ടൈമിൻ്റെ കേസ് എടുക്കും. നമ്മൾ 10 സെക്കൻഡ് കൂടുമ്പോഴാണ് നമ്മൾ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻ്റർവൽ എന്ന് പറയുന്നത് 10 സെക്കൻഡാണ് അവിടെ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും നമുക്ക് 2π ആയിരിക്കണം, ഏതെന്നില്ല, ഇൻ്റർവൽ ആകുന്നില്ല. ഓക്കെ ആണല്ലോ. നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താവാം, 2c ആവാം നമ്മുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത്. 2c വേർ c is a constant, അപ്പോൾ 2c ആകാം നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താവും, നമ്മളത് ആൽഫയും ആൽഫ + 2c ആവാം. ആൽഫ + 2c ആവാം നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. 0 to 2c ആവാം ഏതെന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. -c to +c ആവാം നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. -c to c ആയാലും ഇൻ്റർവെല്ലിൽ 2c ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വരും ആൽഫ + π 0 to π -π to π വരുന്നതിന് വരും നമ്മൾ ഇൻ്റർവെല്ലിൽ നമ്മളെ റേഞ്ച് ഏതായിരിക്കുന്നു, ആൽഫ + 2c എടുക്കേണ്ട, നമ്മളിവിടെ ആദ്യം എടുത്തിട്ടില്ല, അതുപോലെ എടുക്കേണ്ട. ഒന്നെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽ എന്തായിരിക്കും, നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 to 2c ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് 0 to 2c ആയിരിക്കും, അല്ലെങ്കിൽ -c to c ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എങ്ങനെ എന്തായിരിക്കും നമ്മുടെ ഫോറിയർ സീരീസ് വരുന്നത്. ഓക്കെ, ഫോറിയർ സീരീസ് വരുന്നത് എന്നുള്ളത് ഏതൊക്കെ നിങ്ങൾ ഫോറിയർ സീരീസ് ഓഫ് f of x, ഫോറിയർ സീരീസ് ഓഫ് f of x നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോറിയർ സീരീസ് ഓഫ് f of x, ഫോറിയർ സീരീസ് ഓഫ് f of x in the interval, ഫോറിയർ സീരീസ് ഓഫ് f of x in the interval, ഫോറിയർ സീരീസ് ഓഫ് f of x in the interval, Fourier series of f of x in the interval 0 to c, Fourier series of f of x in the interval 0 to 2c is given by 0 to c is given by നമ്മൾ 0 to 2c എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2c എന്ന് എഴുതും. ഇനി അതിന് വരെ -c to +c ആയിരുന്നെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്തും, -c to c എന്ന് എഴുതും. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെ. is given by f of x is equal to a0/2. അപ്പോൾ ഫസ്റ്റ് ടേമിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an. an ചേഞ്ച് ഉണ്ടോ നമുക്ക് നോക്കാം. an is equal to നേരത്തെ നമ്മൾ എന്ത് എഴുതുന്നത്, cos nx എന്നായിരുന്നു എഴുതുന്നത്. ഓക്കെ, അതിന് വരെ ഇവിടെ നമ്മൾ എഴുതുന്നത് cos nπx/c. എങ്ങനെയാണ് ഈ nxന് വരെ nπx/c എന്ന് കിട്ടിയത് നമുക്ക് പ്രൂഫ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്താൽ കിട്ടും. ബട്ട് നമുക്കത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല, അപ്പോൾ അതാണ് വേണ്ടത് നമുക്ക്. സോ നമ്മൾ എഴുതുന്നു an cos nπx/c, then sigma n is equal to 1 to infinity. Sigma n is equal to 1 to infinity sin nπx/c. Sin nπx/c. So instead of nx നമ്മൾ നേരത്തെ കേസുകളിൽ nx എഴുതിയതിന് പകരം ഇവിടെ എന്താണ് വരുന്നത്, nπx/c എന്നാണ് വരുന്നത്. ഓക്കെ, nπx/c എന്താണ് c എന്ന് പറയുന്നത്, 0 to 2c ആണ് നമ്മുടെ ഇൻ്റർവെല്ലെങ്കിൽ അവിടെ വരുന്ന c ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ദെൻ a0 is equal to നമുക്ക് ഓരോ ടേം പറയാം. a0 is equal to നേരത്തെ നമ്മൾ എന്താ a0 എഴുതുന്നത്, 1/π എന്നാണ് എഴുതുന്നത്. ഓക്കെ, അതിന് പകരം ഇവിടെ എന്താണ് 1/c ഇൻ്റഗ്രൽ 0 to 2c f of x dx.
ഓക്കെ, നേരത്തെ 1/π ഇൻ്റഗ്രൽ 0 to 2π എന്നതിന് പകരം 1/c ഇൻ്റഗ്രൽ 0 to 2c f of x dx. ഓക്കെ, ആൻഡ് an is equal to 1/c ഇൻ്റഗ്രൽ 0 to 2c ഇൻ്റഗ്രൽ 0 to 2c f of x cos nx എന്ന് പകരം എന്ത് വരും? cos nπx divided by c dx. ഓക്കെ, നേരത്തെ നമ്മൾ ഇൻ്റഗ്രൽ 0 to 2π f of x cos nx dx എന്നായിരുന്നു. ഇവിടെ cos nπx by c dx. ഓക്കെ, ആൻഡ് bn is equal to 1/c ഇൻ്റഗ്രൽ 2 to c ഇൻ്റഗ്രൽ 0 to 2c f of x sin nx ന് പകരം sin nπx c into dx. ഓക്കെ, ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് a0 an ആൻഡ് ബി എൻ, a0 an ആൻഡ് ബി എൻ മൂന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ അതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 1/π എന്നുള്ളടത്ത് 1/c എന്നായി. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 2c എന്നുള്ളടത്ത് ഇവിടെ എന്തായി? 0 to 2π എന്നുള്ളടത്ത് ഇൻ്റഗ്രൽ 0 to 2c എന്നായി. ഇനി നേരത്തെ നമ്മൾ പഠിച്ചു കൊടുത്ത് -π to π വരുന്നിടത്ത് നമ്മൾ ഇവിടെ എന്ത് വരും? -c to c എന്ന് പറയും. പിന്നെ എല്ലായിടത്തും f of x ഒക്കെ ഉണ്ട്, അത് അതുപോലെ തന്നെയാണ്. ഇവിടെ cos nx ആയിരുന്നു, അതിന് വരെ cos nπx by c എന്നായി. ഇവിടെ sin nx ആയിരുന്നു, അതായത് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. nx ന് വരും ഒരു π/c കൂടെ വന്നു. സോ nπx divided by c എന്നായി. ഓക്കെ, സൈനിൻ്റെയും കോസിൻ്റെയും കൂടെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർവെൽ ചേഞ്ച്. അപ്പോൾ സിക്ക് വരം എൽ കെ ഇതൊക്കെ നമ്മൾ എക്സാംസുകളിൽ യൂസ് ചെയ്യാറുണ്ട്. സോ -l to l അല്ലെങ്കിൽ 0 to 2l എന്ന് കണ്ടാൽ ചെയ്യാതിരിക്കരുത്. അത് ഉദ്ദേശിച്ച് 0 to 2c അല്ലെങ്കിൽ -c to +c അതേ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അതേ ഇക്വേഷൻസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ, ക്ലിയർ. സോ നമ്മൾ ഈ ബാക്കി വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചേഞ്ച് വരുന്നേ ഉള്ളൂ. സോ ഹിയർ നമുക്കൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇതാണ്. f of x is equal to 2x minus x. f of x is equal to 2x minus x square. 2x minus x square in 0, 3. 2x minus x square. ഓക്കെ, സോറി 2x minus x square ആണ് നമ്മൾ f of x. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, റൈറ്റ് Fourier എക്സ്പാൻഷൻ, റൈറ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതാം, a0 എക്സ്പാൻഷൻ എഴുതണ്ട, an ആൻഡ് bn. ഇത് മൂന്ന് എന്താണ് ചോദിച്ചിട്ടുള്ളത് ഏത് കേസിൽ? Fourier expansion in the range 0, 3. ഓക്കെ, Fourier expansion in the range 0, 3. ഈ 0, 3 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അടുക്കുള്ള അത് ആ റേഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ Fourier എക്സ്പാൻഷൻ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ a0 an bn എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ Fourier എക്സ്പാൻഷൻ ബൈ കൺസിഡറിങ് ദ റേഞ്ച് 0 to 3 അങ്ങനെ കൊടുത്താൽ മതി, 0 to 3 എന്നുള്ളത്. ഓക്കെ ആണല്ലോ, an bn a0 എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ 0 to 2c എന്ന് പറയുന്നതിന് വരെ ഇവിടെ നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്? 0 to 3 ആണ് എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 2c സീക്വൽ ടു എന്താണ്? 3. c സീക്വൽ ടു എന്താണ്? 3/2. c ഇവിടെ എന്താണ് വരുന്നത്? 3/2 ആണ് ഇത് വരുന്നത്, c വരുന്നത്. ഓക്കെ, c എന്താണ് വരുന്നത്? നമുക്കിവിടെ വരുന്നത് 3/2 ആണ്. ക്ലിയർ, c വരുന്നത് 3/2 ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. f of x നമുക്ക് തന്നിട്ടുണ്ട് 2x minus x square. ആദ്യം a0 സീക്വൽ ടു 1/c എന്ന് പറയുമ്പോൾ 1/3/2. ഓക്കെ, 1/c എന്ന് പറയുമ്പോൾ 1/3/2 into integral 0 to 2c. 0 to 2c എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? 0 to 2c ആണ്, 2c 3 ആണ് അല്ലേ? 2c എന്ന് പറയുന്നത് 3 ആണ്. സോ 0 to 3 f of x എന്ന് പറഞ്ഞാൽ 2x minus x square dx which is equal to ഈ 2 മുകളിലോട്ട് വരുമ്പോൾ 2/3 ആവും. 2/3 into 2xൻ്റെ എന്താണോ 2 into x square by 2 ആയിരിക്കും. അപ്പോൾ x square മാത്രം മതി, 2 ക്യാൻസൽ ആവും. x square minus x square നമുക്കറിയാം x cube by 3 0 to 3 അല്ലേ? 0 to 3 which is equal to 2/3. ആദ്യം 0 കൊടുക്കുമ്പോൾ എന്തായാലും ഒക്കെ 0 ആയിട്ട് പോകും, 3 മാത്രം കൊടുത്താൽ മതി. സോ 3 square 9 minus 3 cube by 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3 square തന്നെയാണ്. സോ 9 minus 9 സോ which is equal to 0. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? a0 നമുക്ക് കിട്ടി 0 എന്നുള്ളത്. ഓക്കെ, a0 നമുക്ക് കിട്ടി 0 എന്നുള്ളത്. ഇനി അടുത്ത ഏതാണ്? അടുത്ത നമുക്ക് വേണ്ട an ആണ്. an is equal to 1/c 1/3/2 integral 0 to 2c 0 to 3 എന്ന് പറയുമ്പോൾ 0 to 3 f of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2x minus x square into cos n പൈ. നമ്മളെന്താ പറയുന്നത് nx ന് പകരം nπx divided by c. അപ്പോൾ എന്ത് വരും? nπx divided by c എന്ന് പറയുമ്പോൾ nπx divided by c എന്ന് പറഞ്ഞാൽ 3/2. ഓക്കെ ആണല്ലോ, 3/2. നമുക്ക് 2 അല്ലെങ്കിൽ വേണ്ട അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടും? nπx divided by 3/2. ഓക്കെ, dx nπx divided by 3/2 dx. ഓക്കെ, സോ നമ്മളിനി നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3
നമ്മൾ ഇൻ്റഗ്രേഷൻ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 2x മൈനസ് എക്സ് സ്ക്വയർ, 2x മൈനസ് എക്സ് സ്ക്വയർ v1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആണ്. കോസിൻ്റെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് സൈൻ എൻ പൈ എക്സ്, സൈൻ എൻ പൈ എക്സ് ഡിവൈഡ്, അപ്പോൾ നമ്മൾ ഈ 3/2 വരുമ്പോൾ 2n പൈ എക്സ് എന്ന് വരും. സൈൻ 2n പൈ എക്സ്, എൻ പൈ എക്സ് ഡിവൈഡ് ബൈ 3, സൈൻ 2 പൈ എക്സ് ഡിവൈഡ് ബൈ 3 അല്ലേ, 2n പൈ എക്സ്, 2n പൈ എക്സ് ഡിവൈഡ് ബൈ 3 ഹോൾ ഡിവൈഡ് ബൈ ഈ ടേം നമ്മൾ എന്തായിരുന്നു, സൈൻ എൻ പൈ എക്സ് കോസ് എൻ എക്സിൻ്റെ എന്തായിരുന്നല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ആയിരുന്നു. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മളൊന്നും കൂടെ എഴുതാം. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്, 2n പൈ ബൈ 3, 2n പൈ ബൈ 3. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഈ 3, കാരണം ഇത് സൈനിൻ്റെ മൊത്തത്തിൽ വരുന്നതാണ്, ഇത് വേറെ 2n പൈ ബൈ 3 എന്നുള്ള രീതിയിൽ വരുന്നതാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്യരുത്, 2n പൈ ബൈ 3. ഓക്കെ, 2n പൈ ബൈ 3. ദെൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത് 2x മൈനസ് എക്സ് സ്ക്വയർ സൈൻ 2n പൈ ബൈ 3. പിന്നെ എന്താ നമ്മൾ പറയുന്നത്, മൈനസ് യു ഡാഷ്, എന്താണ് യു ഡാഷ് വരുന്നത് ഇവിടെ, മൈനസ് യു ഡാഷ് എന്താണ് വരുന്നത്, 2x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ആണ്. 2x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ആണ് 2xൻ്റെത് 2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ എന്ത് വരും, 2x, 2 മൈനസ് 2x ഇൻറ്റു v2 എന്നാണ് പറയുന്നത്. എന്താ v2 എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ഇൻ്റഗ്രേഷൻ, സൈനിൻ്റെ എന്താ വരിക, മൈനസ് കോസ് 2n പൈ എക്സ് ഡിവൈഡ് ബൈ 3 ഹോൾ ഡിവൈഡ് ബൈ 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ അല്ല, ആദ്യത്തെ n പൈ ബൈ 3 പിന്നെ ഇതിൻ്റെ കൂടുള്ളൂ 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ, 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ, 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ പ്ലസ് 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് എന്ത് വരും, പ്ലസ്. ഇനി നമ്മൾ യു ഡബിൾ ഡാഷ് നമ്മൾ 2 മൈനസ് 2xൻ്റെ എന്താണ്, 2 മൈനസ് 2xൻ്റെത് 2 ഇൻറ്റു 0 -2 ഇൻറ്റു v3 എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിൻ്റെ ഇൻ്റഗ്രേഷൻ. ഓക്കെ, സോ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് നമുക്ക് ഇവിടുത്തെ പ്ലസ് ആക്കാം. കോസിൻ്റെ എന്ത് വരും, സൈൻ 2n പൈ എക്സ് ബൈ 3 2n പൈ എക്സ് ബൈ 3 ഡിവൈഡ് ബൈ 2n പൈ ബൈ 3 2n പൈ ബൈ 3 ഹോൾ ക്യൂബ്, 2n പൈ ബൈ 3 ഹോൾ ക്യൂബ്. പിന്നെ അങ്ങോട്ട് എടുക്കണ്ട, കാരണം പിന്നെ യു ട്രിപ്പിൾ ഡാഷ് വരുമ്പോൾ നമുക്ക് എന്താണ് 0 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് 2/3 എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, 0 to 3 ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, 0 to 3 ആണ് നമ്മുടെ റേഞ്ച് ലിമിറ്റ് എന്ന് പറയുന്നത്, 0 to 3 ആണ് നമ്മുടെ ലിമിറ്റ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കുറേ നിങ്ങൾക്ക് 0 ആക്കാം. ഏതൊക്കെ 0 ആക്കാടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 കൊടുത്താൽ, ഇവിടെ 3 കൊടുത്താൽ എന്താ വരുന്നത്, n-ന് 3 കൊടുത്താൽ 2 into 3 അല്ലേ, n-ന് ഇവിടെ എക്സിന് 3 കൊടുത്താൽ, എക്സിന് 3 കൊടുത്താൽ 2 into 3 6 എന്ന് വരും, 6/3. നോക്ക് നിങ്ങൾ ഇവിടെ എക്സിന് നിങ്ങൾ 3 എന്ന് കൊടുത്താൽ, 2 into 3 6 കിട്ടും, 6/3 എന്ന് പറയുമ്പോൾ വീണ്ടും 2n പൈ എന്നാണ് വരിക. ഓക്കെ, ബാക്കി പിന്നെ ഏത് ടേം വന്നാലും കൊണ്ട് നമുക്കറിയാം സൈന് 2n പൈ വന്നാൽ എന്താണോ ഇവിടെ ഞാനിവിടെ പറയാം. അതായത് നമ്മളെ ഇക്വേഷൻ എന്താണ്, നമ്മളെ ഇക്വേഷനിൽ ആ ടേം എന്താണ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സൈൻ 2n പൈ എക്സ് ഡിവൈഡ് ബൈ 3 എന്നാണ്. ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ അപ്പർ ലിമിറ്റിലുള്ള വാല്യൂ എക്സിന് കൊടുക്കല്ലേ, എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും, എനിക്ക് സൈൻ 2n പൈ ഇൻറ്റു 3 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, ആ 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി 2n പൈ ബൈ 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ 2n പൈ എന്ന് കിട്ടും. നിങ്ങൾ n-ന് ഏത് വാല്യൂ കൊടുത്താൽ, നമ്മൾ n-ന് ഏത് വാല്യൂ ആണ്, നമ്മൾ ഇൻറ്റിജർ വാല്യൂസ് ആണ് പറയുന്നത്. 1 2 3 4 5 കൊടുത്ത് നോക്ക്, 1 കൊടുത്താൽ 2 പൈ എന്ന് കിട്ടും, 2 കൊടുത്താൽ 4 പൈ എന്ന് കിട്ടും, 3 കൊടുത്താൽ 6 പൈ എന്ന് കിട്ടും. ഏതായാലും ഇനിയിപ്പോൾ 5 പൈ ആയാലും ഇതൊക്കെ ആയാലും എന്താണ്, സൈനിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. പിന്നെ രണ്ടാമത് ലോവർ ലിമിറ്റ് വരുന്നത് 0 ആണ്. അതെന്തായാലും കൊടുത്താൽ നമുക്ക് സൈനിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് കിട്ടുക. സോ നമുക്ക് ഈ ടേം 0 ആണ് കിട്ടുക, ഈ ടേം നമുക്ക് എന്താണ് കിട്ടുക, 0 ആണ് കിട്ടുക. എല്ലാ സൈനും കൊണ്ടുപോയി 0 കൊടുക്കരുത്, ലിമിറ്റ് ഏതാണെന്ന് നോക്കണം. ഓക്കെ, ലിമിറ്റ് ഏതാണെന്ന് നോക്കണം. സോ ദാറ്റ്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു, സോ ദാറ്റ്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 3 കൊടുത്താൽ ആ 3യും 3യും ക്യാൻസൽ ആവും. ഇവിടെ നമ്മൾ എന്ത് വരും, ഇവിടെ ബാക്കിയുള്ള നമുക്ക് അതുപോലെ എഴുതാം, സോ എന്ത് വരും നമ്മൾ. ഓക്കെ, സോ ഹിയർ ഈസ് എ മൈനസ് ഔട്ട് സൈഡ് എടുക്കാം, -2/3 മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. സോ -2/3 നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 3 6 അല്ലേ, 2 മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6, 2 മൈനസ് 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 3 6 മൈനസ് കോസ്, അവിടെ മൈനസ് വരുന്നുണ്ട്. ഓക്കെ, ആ മൈനസും കൂടെ ഔട്ട് സൈഡ് എടുക്കാമായിരുന്നു. അപ്പോൾ നമുക്കിത് പ്ലസ് ആക്കാം. അപ്പോൾ എന്താണ് വരുന്നത്, കോസ് 3 കൊടുക്കുമ്പോൾ ഈ 3യും 3യും ക്യാൻസൽ ആവും. അപ്പോൾ 2n പൈ മാത്രമാവും ഡിവൈഡഡ് ബൈ 2n പൈ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരുന്നുണ്ട്, 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ, 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ. ഓക്കെ, 2n പൈ ബൈ 3 ഹോൾ സ്ക്വയർ
മൈനസ് നമ്മളിനി 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം 2 - 2 × 0 0 ആണ്. സോ അവിടെ 2 മാത്രം വരും. മൈനസ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കാം, കാരണം മൈനസ് എല്ലാത്തിനും വരും. മൈനസ് നമ്മൾ പറഞ്ഞു ഇവിടെ 2x അത് 0 വരും. ദെൻ ഇവിടെ 0 കൊടുക്കുമ്പോൾ എന്താണ്, ഇവിടെ എന്ത് 0 കൊടുക്കുമ്പോൾ cos 0 എന്ന് വരും. അത് കംപ്ലീറ്റ് 0 ആകും. cos 0 വരുമ്പോൾ നമുക്കറിയാം അത് 1 ആണ് കിട്ടുന്നത്. ബാക്കി എന്താണ് 2 × 1 ഇവിടെ എന്താണ് വരുന്നത് 2nπ/3 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. 2nπ/3 ഹോൾ സ്ക്വയർ. ഓക്കെ, 2nπ/3 ഹോൾ സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ആ 2nπ/3 എടുത്താൽ 2 / 3 × 2nπ/3 ഹോൾ സ്ക്വയർ. 2nπ/3 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 അല്ലേ. 2 - 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. cos 2nπ എന്ന് പറഞ്ഞാൽ എത്രയാണ് cos 2nπ വരുന്നത്, cos 2π, cos 4π, cos 6π ഇതൊക്കെ വരുന്നത് എത്രയാണ് 1 ആണ് വരുന്നത്. ഓക്കെ, 1 ആണ് വരുന്നത്. സോ എന്ത് കിട്ടും 2 - 6 -2 -2 2 - 6 സോറി 2 - 6 2 - 6 എന്ന് പറയുമ്പോൾ -4 × -2. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് -6 അല്ലേ. -4 × -2 സോറി -4 × 1 -4 -2 എന്ന് പറയുമ്പോൾ -6. സോ -6 × 2 3 × ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4n² π² ഓക്കെ. സോ നമുക്കൊരു 3യും ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്താണ് വരുന്നത്, ഈ 3 മുകളിലോട്ട് വരും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും 3 × 2 എന്ന് പറയുന്നത് 6 × 6 എന്ന് പറഞ്ഞാൽ -36 -36 എന്ന് 4 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, -36 നമ്മൾ 4 ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും -9 -9/n² π². ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, an എന്ന് പറയുന്നത്. എന്താണ് n കിട്ടിയത് -9n² π², -9n² π². പിന്നെ നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ ആ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മളിത് പറഞ്ഞിങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് സമയം എടുത്തിട്ടുള്ളത്. ഒറ്റയടിക്ക് ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ നമ്മളിത് നേരെ വാല്യൂ എടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യും, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ട ഏതാണ്, BN ആണ് വേണ്ടത്. നമുക്ക് ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, BN. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വളരെ സ്ലോ ആയിട്ട് ഓരോ സ്റ്റെപ്പും 1-2 തവണ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ, അതായത് എക്സാമിന് ഇത്രയും സമയം എടുക്കുമല്ലോ, ഇതുപോലുള്ള വലിയ പ്രോബ്ലം ചോദിക്കുമെന്ന് കരുതരുത്. ഇത് വലിയൊരു പ്രോബ്ലം അല്ല. നമ്മൾ വീണ്ടും ഓരോ സ്റ്റെപ്പും പറഞ്ഞത് ചെയ്യുന്നിടത്ത് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. നിങ്ങളാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂമറിക്കൽസ് സ്പീഡപ്പ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പിലെത്തിയ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, വിത്തിൻ ഒരു 10-20 സെക്കൻഡ് കൊണ്ട് ഈ സ്റ്റെപ്പ് എഴുതണം, ലാസ്റ്റ് ആൻസറിലോട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഒരു 1.5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇത് എന്ത് ചെയ്യാൻ പറ്റണം. ഇനി BN-ൻ്റെ ഇക്വേഷൻ, BN എന്താ 1/c എന്ന് പറഞ്ഞാൽ 1/3/2 ഇൻ്റഗ്രൽ 0 to 2c എന്ന് പറയുമ്പോൾ 0 to 3. ഓക്കെ, f(x) എന്ന് പറയുമ്പോൾ f(x) എന്ന് പറയുമ്പോൾ 2x - x² sin 2x - x² sin nπx അല്ലേ, sin nπx/c എന്ന് പറയുമ്പോൾ 3/2 dx. ഓക്കെ ആണല്ലോ. ഇതാണ് ഇത് വരുന്നത് BN വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ചെയ്തേക്കാം BN. സോ ദാറ്റ്സ് ഈക്വൽ ടു 2/3. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ടേം 2x - x² ഇൻറ്റു സൈൻ്റെ നമുക്കറിയാം -cos nπx 2nπx/3 -cos 2nπx/3 whole divided by 2nπ/3 whole square. Sorry, 2nπ/3. 2nπ കാരണം ഇവിടെ 2nπ/3 ആണ്, കോഎഫിഷ്യൻ്റ് താഴെ വേണം. ഓക്കെ, 2nπ/3. ദെൻ അടുത്ത് മൈനസ് 2x - x കൊണ്ട് 2 - 2x ആയിരുന്നു. 2 - 2x ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ എന്താണ്, മൈനസ് അവിടെ തന്നെ ഉണ്ടാവും. ആ കോസ് എന്തായിട്ട് മാറും, സൈൻ ആയിട്ട് മാറും. സൈൻ 2nπx /3 all divided by 2nπ/3 എന്തായിട്ടുണ്ടാവും, ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാവും. കാരണം ഇത് v1 ഇത് v2 ആണ്. v1ൻ്റെ ഇൻ്റഗ്രേഷൻ ആണ്. ഓൾറെഡി 2nπ/3 ഉണ്ട്. പിന്നെ ഒന്നും കൂടെ ഇവിടുത്തെ 2nπ/3 കൂടെ വരുമ്പോൾ എന്ത് വരും, 2nπ/3 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണല്ലോ. എന്തുകൊണ്ട് ഈ മൈനസ് ഇടും, കോസിൻ്റെ മൈനസ് ആണ്. ഇത് ഇവിടെ ഉള്ള അതേ മൈനസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ആണ്, മൈനസ് സൈൻ അല്ല. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ആണ്. സോ സൈൻ 2nπx/3. പിന്നെ ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 2nπ/3 ആണ്. ആ ഒരു 2nπ/3 ഉണ്ടാവും. ഓൾറെഡി ഇവിടെ ഉള്ള 2nπ/3 ഉണ്ട്. രണ്ടും കൂടെ വരുമ്പോൾ എന്ത് വരും, സ്ക്വയർ വരും. തീർന്നോ, ഇല്ല. പ്ലസ് അടുത്ത എന്താണ് നമ്മൾ എടുത്തത്, അപ്പോൾ u ഡബിൾ ഡാഷ് എന്താ വരിക, 2 - 2x-ൻ്റെ -2 ഇൻറ്റു v3 വരും. ഇവിടെ ഇത് v1 ഇത് v2 v3 എന്താണ്, v2ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, v2ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ഓഫ് സൈനിൻ്റെ കോസ്, സൈനിൻ്റെ ഇത് നമുക്കറിയാം മൈനസ് കോസ് ആണ്. സൈനിൻ്റെ മൈനസ് കോസ് ആണ്. രണ്ട് മൈനസ് ക്യാൻസൽ ചെയ്തോളും. സോ നമുക്ക് എന്ത് കിട്ടും, കോസ് 2nπx/3
cos 2n pi x by 3 divided by 2n pi by 3 whole cube divided by 2n pi by 3 whole cube. ഓക്കെ ആണല്ലോ. ഏതാണ് നമ്മൾ ലിമിറ്റ് വരുന്നത്? 0 to 3. ലിമിറ്റ് വരുന്നത് ഏതാണ്? 0 to 3. ഓക്കെ. അപ്പോൾ ആ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നമുക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? സൈന് വരുന്നത് എന്തായാലും 0 ആയിരിക്കും എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഓക്കെ ആണല്ലോ. തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മൾ സൈന് വരുന്നത് എന്തായാലും 0 ആയിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു 2/3. ഇവിടെ നിങ്ങൾ 3 കൊടുക്കുമ്പോൾ 2 × 3 മൈനസ് 3 സ്ക്വയർ. ഓക്കെ, 2 × 3 മൈനസ് 3 സ്ക്വയർ അല്ലേ? ആദ്യം 3 കൊടുക്കുക. അപ്പോൾ 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 അത് ഈ മൈനസ് ഇവിടെ ഉണ്ട്. മൈനസ് 2 × 3 6 മൈനസ് 3 സ്ക്വയർ 9 എന്ന് പറയുമ്പോൾ മൈനസ് 3 അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് 3 2 × 3 6 മൈനസ് 3 സ്ക്വയർ 9 ആണ്. സോ മൈനസ് 3 മൈനസ് ഇൻറ്റു മൈനസ് 3. ദെൻ കോസ് 3 കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഇവിടെ 3 രണ്ടും ക്യാൻസൽ ആവും. മൈനസ് കോസ് 2n പൈ ആണ് കിട്ടുക. സോറി, കോസ് 2n പൈ ആണ് കിട്ടുക. കോസ് 2n പൈ എത്രയാണെന്ന് നമ്മൾ 1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, 1 പിന്നെ ഇവിടെ വരുന്നത് ഏതാണ്? 2n പൈ ബൈ 3. 2n പൈ ബൈ 3. ഓക്കെ, 2n പൈ ബൈ 3. ഇനി നമുക്കിവിടെ ഈ മൈനസും കൂടെ എന്താവാം? പ്ലസ് ആക്കാം. പ്ലസ് ഇൻറ്റു മൊത്തത്തിൽ സോറി അവിടെ അതിലല്ല, നമ്മൾ 0 ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഓക്കെ, ഇതിനും കൂടെ 3 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ 0 കൊടുക്കാം. അതിനും കൂടെ 3 കൊടുക്കുമ്പോൾ മൈനസ് 2 ഇൻറ്റു അല്ലേ? ഒരു മൈനസ് 2 ഇൻറ്റു ഇവിടെ നമ്മൾ 3 കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? ഇവിടെ 1 ആണ് കിട്ടുക അല്ലേ? കോസിൻ്റെ 1 ആണ് കിട്ടുക. 1/2n പൈ ബൈ 3 ഹോൾസ് ക്യൂബ്. 2n pi by 3 whole cube. 2n pi by 3 whole cube. ഓക്കെ, മൈനസ് ഓഫ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 0 കൊടുക്കുന്നു. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇത് എന്താ വരിക? 1 ആണ് വരിക. ഓക്കെ, ഇത് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇത് 1 ആണ് വരിക. ഇവിടെ 0 കൊടുക്കുമ്പോൾ 2 × 0 0 മൈനസ് 0 സ്ക്വയർ. ഇത് മൊത്തം എന്താണ് വരിക? 0 ആണ് കൊടുക്കുക. ഓക്കെ, അത് 0. അപ്പോൾ നമ്മൾ ആദ്യം 3 കൊടുത്തു. ഇവിടെ ഈ ടേമിന് 3 കൊടുത്തു, ഈ ടേമിനും 3 കൊടുത്തു. ഇനി നമ്മൾ ഈ ടേമിൽ 0 കൊടുക്കുക. ഈ ടേമിൽ 0 കൊടുക്കുമ്പോൾ 2 × 0 മൈനസ് 0 സ്ക്വയർ ബാക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. പിന്നെ ഒരു മൈനസ് 2 ഇൻറ്റു ഇതാണ് നമ്മൾ എടുക്കുന്നത്. മൈനസ് 2 ഇൻറ്റു ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കോസ് 0 അല്ലേ? കോസ് 0 വരുമ്പോൾ 1 കിട്ടും. സോ മൈനസ് 2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2n pi by 3 whole cube. 2n pi by 3 whole cube. ഓക്കെ, 2n pi by 3 whole cube. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ്? മൈനസ് 2 ഇൻറ്റു 2n pi by 3 whole cube ആണ്. ഇവിടെ മൈനസും വരുമ്പോൾ പ്ലസ് വരും. പ്ലസ് 2 ഇൻറ്റു 2n pi by 3 whole cube ആണ്. ദാറ്റ് മീൻസ് ഇവിടെ പ്ലസ് 2 ഡിവൈഡ് ബൈ 2n pi by 3 whole cube ആണ്. ഇവിടെ മൈനസ് 2/2n pi by 3 whole cube ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ. ബാക്കി നമുക്ക് ഏതാണ് വരുന്നത് ഇവിടെ? ദാറ്റ്സ് ഈക്വൽ ടു 2/3 ഇൻറ്റു മൈനസും 3 ആവും. 3 ഇൻറ്റു 1/2n pi by 3. ഈ ബൈ 3 വരെ നമുക്ക് മുകളിൽ 3 കൊടുക്കാം. ബൈ 3 എന്നുള്ളതിന് മുകളിലോട്ട് 3 കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു 3 ക്യാൻസൽ ആവും. 2 ക്യാൻസൽ ആവും. ബാക്കി എന്താ നമുക്ക് വരുന്നത്? 3/n pi എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, 3/n pi. ഈ 3/n pi ആണ് ഏതെന്ന് പറയുന്നത്? bn എന്ന് പറയുന്നത്. ഓക്കെ, 3/n pi ആണ് ഏതെന്ന് പറയുന്നത്? bn എന്ന് പറയുന്നത്. bn is equal to മനസ്സിലായല്ലോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്ന ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ 1/π, നേരത്തെ നമ്മൾ 1/π കൊടുത്തതിന് വരാം നമ്മൾ തൊട്ട് മുമ്പുള്ള, അതായത് പീരിയഡ് 2π ആകുന്ന സമയത്ത്. ഓക്കെ, പീരിയഡ് 2π ആകുന്ന സമയത്ത് നമ്മൾ 1/π കൊടുത്തതിന് വരാം നമ്മുടെ പീരിയഡ് 2c ആകുമ്പോൾ അതിന് വരെ നമ്മൾ എന്ത് കൊടുക്കും? 1/c എന്ന് കൊടുക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇൻ്റഗ്രൽ 0 to 2π എന്ന് കൊടുത്ത് നമ്മൾ എന്ത് കൊടുക്കും? ഇൻ്റഗ്രൽ 0 to 2c എന്ന് കൊടുക്കും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 2π കൊടുത്ത് നമ്മൾ ഇൻ്റഗ്രൽ 0 to 2c എന്ന് കൊടുക്കും. നമ്മൾ കോസ് nx അല്ലെങ്കിൽ സൈൻ nx എന്ന് കൊടുത്ത് കോസ് nx അല്ലെങ്കിൽ സൈൻ nx എന്ന് കൊടുത്ത് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ കോസ് nxന് പകരം കോസ് nπx ഡിവൈഡ് ബൈ c എന്ന് കൊടുക്കും. അല്ലെങ്കിൽ സൈൻ nx കൊടുത്ത് നമ്മൾ എന്ത് കൊടുക്കും? സൈൻ nπx ബൈ c എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, കോസ് nx കൊടുത്ത് കോസ് nπx ബൈ c എന്ന് കൊടുക്കും. സൈൻ nx കൊടുത്ത് സൈൻ nπx ബൈ c എന്ന് കൊടുക്കും. 0 to 2π എടുത്ത് 0 to 2c. ഇനി അതല്ല ഓർ ഇൻ്റഗ്രൽ -π to π എടുത്ത് കൊടുത്താണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഇവിടെ നമ്മൾ -c to c എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇപ്പോൾ 1/π നമ്മൾ 1/cക്ക് വരെ 1/π കൊടുത്തു, എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ അങ്ങോട്ടും മാറിയത്. അപ്പോൾ അതാ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ഇതാണ്. f(x) = πx, π × x എന്നാണ്. ഏതാണെങ്കിലും നമ്മൾ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ പൈ ഇൻറ്റു 2 മൈനസ് എക്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ റേഞ്ച് വരുന്നത്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്കണ്ടിന്യൂറ്റി, ഫംഗ്ഷൻ ഹാവിങ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ എന്താണ്? പീരിയഡ് 2π അല്ല, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കേസ് കമ്പൈൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മളിവിടെ പീരിയഡ് എന്ന് പറയുന്നത്? പീരിയഡ് ഇവിടെ മുതൽ ഏത് വരെയാണ് നമ്മൾ പീരിയഡ് വരുന്നത്? 0 മുതൽ 2 വരെയാണ്.
ഓക്കെ 0 മുതൽ 2 വരെയാണ്. ദാറ്റ് മീൻസ് 2c ഈക്വൽ ടു എന്താണ് 2. ദാറ്റ് മീൻസ് c ഇവിടെ നമ്മൾ ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്. c എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ 2c ആണ് ഇവിടെ 2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 0 മുതൽ 2 വരെയാണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ 0 മുതൽ 2 വരെ. ദാറ്റ് മീൻസ് 0 to 2c. ദാറ്റ് മീൻസ് 2c ഇവിടെ 2 ആണ്, c ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ ഇനി നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ്? x0 ഏതാണ് വരുന്നത്? x0 വരുന്നത് ഇവിടെ 1 ആണ് x0 വരുന്നത്. ഓക്കെ 1 ആണ് ഇത് വരുന്നത് നമ്മളോട് x0 ചോദിക്കുന്നത്. ഓക്കെ നമ്മളോട് 1 ആണ് x0 വരുന്നത്. നമ്മളോട് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? bn ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയോട് bn കാണുക? bn is equal to അപ്പോൾ നമ്മൾ നേരത്തെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞു 1/π എന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇൻറ്റു എന്ന് പറയും. ഇവിടെ 1/πക്ക് വരെ ആരാണ് എടുക്കേണ്ടത്? 1/c ആണ് എടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ആദ്യം എഴുതാം. 1/c ഇൻറ്റു ഇൻ്റഗ്രൽ bn ആയതുകൊണ്ട് സൈൻ വരും. ഇൻ്റഗ്രൽ ആദ്യത്തെ റേഞ്ച് എവിടെ നിന്നാണ് വരുന്നത്? ആദ്യത്തെ റേഞ്ച് എവിടെ വരുന്നത്? 0 to 1 വരെയാണ് വരുന്നത്. ആദ്യത്തെ റേഞ്ച് എവിടെ നിന്നാണ്? 0 to 1 വരെ. എന്താ നമ്മൾ പറയുന്നത്? നമ്മൾ നേരത്തെ എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ ആദ്യത്തെ റേഞ്ച് എടുക്കുന്നു. അതായത് 0 എങ്കിൽ 0, 0 to x0 f1 of x sin nx എന്നാണ് എടുത്തിരുന്നത് നേരത്തെ അല്ലേ? f1 of x sin x ഇൻസ്റ്റെഡ് ഓഫ് അവിടെ അതിന് പറയും ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇവിടെ ഇൻ്റഗ്രൽ 0 to x0 f1 of x ഇൻറ്റു sin nπx ഡിവൈഡ് ബൈ c എന്ന് എടുക്കണം. കാരണം നേരത്തെ sin nx എടുക്കാൻ കാരണം അത് 2π ആയിരുന്നു പീരിയഡ്. ഇപ്പോൾ പീരിയഡ് c ആണ്. അതിൻ്റെ കൂടെ എന്താണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എടുത്തു 0 to 1. f1 of x എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഏതാണ്? f1 ഏതാണ് ഇവിടെ? πx ആണ്. f2 of x ഏതാണ്? π ഇൻറ്റു 2 മൈനസ് x ആണ്. സോ f1 of x എടുക്കാം. πx എന്ന് പറയുന്നത് πx ഇൻറ്റു bn ആണ്. അപ്പോൾ നമ്മൾ സൈൻ എടുക്കണം. സൈൻ nπx ഡിവൈഡ് ബൈ c എത്രയാണ് നമ്മൾ പറഞ്ഞു? 1. സൈൻ nπx ഡിവൈഡ് ബൈ c എന്ന് പറഞ്ഞു. ആദ്യം വേണമെങ്കിൽ ഇക്വേഷൻ തന്നെ എഴുതാം. c ഇവിടെ നമ്മൾ f1 of x ഇൻറ്റു dx അല്ലേ? bn മാത്രമേ ചോദിച്ചുള്ളത്. സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ c കൊടുക്കുന്നു. 1/c എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/1 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 f1 of x എന്ന് പറയുന്നത് സോറി അത് കണ്ടിട്ട് ഇവിടെ പ്ലസ് പിന്നെ ഉണ്ടല്ലോ അല്ലേ? സോറി സോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 അത് എടുക്കണം നമ്മൾ. ഇൻ്റഗ്രൽ 1 to 2 f2 of x sin nπx divided by c dx sin nπx divided by x c. Okay, which is equal to 1/c എന്ന് പറയുമ്പോൾ 1/1 into integral 0 to 1 f1 of x എന്ന് പറഞ്ഞാൽ πx ആണ്. ഓക്കെ πx into sin nπx divided by c എന്ന് പറഞ്ഞാൽ 1 തന്നെ. nπx divided by c എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. dx പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 ഇൻ്റഗ്രൽ 1 to 2 അല്ലേ? ഇൻ്റഗ്രൽ 1 to 2 f2 of x എന്ന് പറയുന്നത് എന്താണ്? pi into 2 minus x sin nπx divided by c എന്ന് പറഞ്ഞാൽ 1 ആണ്. dx ഓക്കെ dx ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/1 തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to 1 പൈ എക്സ് സൈൻ പൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യു എന്ന് പറയുന്നത് എക്സ് ആണ്. യു ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അപ്പോൾ അവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ ആ പൈനെ ഔട്ട് സൈഡ് എടുത്തു. പൈ ഇൻറ്റു എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ പൈ എക്സിൻ്റെ എന്താണ്? മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ മൈനസ് കോസ് എൻ പൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഏതാണ് ഇവിടെ ഇത് വരുന്നത്? എൻ പൈ മാത്രമാണ് വരുന്നത്. സോ താഴെ എൻ പൈ എന്ന് വരും അല്ലേ? കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ എൻ എന്നുള്ളതിന് വരും മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ എന്ന് വരും. സൈനിൻ്റെ ആണ്. സൈനിൻ്റെ നമുക്കറിയാം കോസ് വരുന്നുണ്ട് മൈനസ് രണ്ടാമത്തെ ടൈം എന്ത് വരും? എക്സിന് വരെ എന്ത് വരും? 1 എന്ന് വരും. ഓക്കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1 ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് അവിടെ ഉണ്ടാവും. കോസിന് വരും മൈനസ് സൈന് വരും. സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൻ പൈ ഓക്കെ ഡിവൈഡ് ബൈ എൻ പൈ എത്ര നമ്മൾ ലിമിറ്റ് വരുന്നത്? 0 to 1 നമ്മൾ ലിമിറ്റ് എത്രയാണ് വരുന്നത്? 0 to 1 പ്ലസ് ഇനി നമ്മൾ രണ്ടാമത്തെ എടുക്കുന്നു. പ്ലസ് പൈ ഇൻറ്റു 2 മൈനസ് എക്സിൻ്റെ ഫസ്റ്റത്തെ എന്താ? യു ഡാഷ് എന്താ വരിക? പൈ ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ യു ഡബിൾ ഡാഷ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഫസ്റ്റ് ഫംഗ്ഷൻ പൈ ഇൻറ്റു 2 മൈനസ് എക്സ് യു എന്ന് പറയുന്നത് ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ പൈ എക്സിൻ്റെ എന്താണ്? മൈനസ് കോസ് എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൻ പൈ മൈനസ് പൈ ഇൻറ്റു 2 മൈനസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? 2π ആയിരിക്കും അല്ലേ? 2π മൈനസ് 2x ആയിരിക്കും. സോ 2π 0 മൈനസ് 2π മൈനസ് പൈ എക്സ് ആയിരിക്കും. സോ 2πൻ്റെ 0 മൈനസ് പൈ എക്സിൻ്റെ മൈനസ് പൈ എന്നാവും. സോ മൈനസ് ഓഫ് ഒരു മൈനസ് പൈ ഉണ്ടാവും ഇവിടെ. മൈനസ് പൈ ഇൻറ്റു പിന്നെ ഇവിടെ മൈനസ് ഇൻറ്റു കോസിൻ്റെത് അല്ലേ? മൈനസ് പൈ ഇൻറ്റു ഈ മൈനസ് കോസ് എൻ പൈ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് കോസിൻ്റെ സൈനാണ്. സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൻ പൈ ഏതാ വരുന്നത്? നമുക്ക് 1 to 2 വരും. 1 to 2
ഓക്കെ 1 to 2. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം 1ഉം 0യും കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസ് എടുത്താൽ 1 കൊടുത്താൽ n പൈ ഇൻറ്റു 1 അത് 0 വരും, 0 കൊടുത്താൽ 0 വരും അല്ലേ. ഇവിടെ നോക്കുക നിങ്ങൾ, എക്സിന് 1 കൊടുത്താൽ സൈൻ n പൈ വരും, 0 കൊടുത്താൽ സൈൻ n പൈ ഇൻറ്റു 0 0 വരും. അപ്പോൾ രണ്ടും വന്നാൽ നമുക്കറിയാം ഈ ടേം എന്താണ് 0 ആണ് വരിക. ഇനി 2 കൊടുത്താൽ മൈനസ് സൈൻ n പൈ ഇൻറ്റു 2 2n പൈ എന്ന് വരും. ഓക്കെ 2n പൈ, എന്നിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും 2n പൈ 4 8 ആ രീതിയിലാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് 1 കൊടുത്താൽ എന്താണ് വരിക n പൈ എന്നുള്ള രീതിയിൽ. അപ്പോൾ സൈൻ വരുന്നത് ഇവിടെ എന്താവും 0 ആവും. ഓക്കെ ഇനി കോസ് വരുന്ന കേസിൽ ഇവിടെ നമ്മൾ എക്സിന് 1 കൊടുത്താൽ 1 ഇൻറ്റു പൈ ഇൻറ്റു ഞാൻ എഴുതുന്നു പൈ ഇൻറ്റു ആദ്യം നമ്മൾ എക്സിന് 1 കൊടുക്കും. നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു കോസ് n പൈ ഇൻറ്റു 1 എന്നാണ്. കോസ് n പൈ എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? കോസ് n പൈ എന്ന് പറയുന്നത് മൈനസ് കോസ് n പൈ എക്സ് അല്ലേ. ഓക്കെ പൈ എക്സ് മൈനസ് നമുക്ക് എന്തായാലും നോക്കാം. സോ ഇവിടെ വരുന്ന പൈ ഇൻറ്റു എക്സിന് ഞാൻ ആദ്യം 1 കൊടുക്കുന്നു. 1 ഇൻറ്റു 0 കൊടുത്താൽ എന്തായാലും ഇത് എക്സ് 0 ആകുമ്പോൾ കംപ്ലീറ്റ് 0, നമ്മൾ 1ൻ്റെ മാത്രം മതി. 1 ഇൻറ്റു ഞാൻ അതുപോലെ എഴുതുന്നു മൈനസ് കോസ് n പൈ ഡിവൈഡഡ് ബൈ n പൈ. ഓക്കെ മൈനസ് കോസ് n പൈ, എക്സിന് 1 കൊടുക്കുമ്പോൾ മൈനസ് കോസ് n പൈ ഡിവൈഡഡ് ബൈ n പൈ. ഇനി ഇവിടെ എടുക്കാം പ്ലസ് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇവിടെ എക്സിന് ആദ്യം 2ഉം 1ഉം കൊടുക്കുന്ന കേസാണ്. ആദ്യം നിങ്ങൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 2 എന്ത് വരും? 0 വരും. ആ ടേം നമ്മൾ എന്ത് വരും? 2 മൈനസ് 2 വരുമ്പോൾ 0 ആവും. പിന്നെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഓക്കെ 1 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 സീക്വൽ അല്ലേ. ഇവിടെ ഒരു 2 മൈനസ് 2 ആദ്യം നിങ്ങൾ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ പിന്നെ ബാക്കി കോസ് ഒന്നും നോക്കണ്ട, 2 മൈനസ് 2 വരുമ്പോൾ 0 വരും. പിന്നെ നിങ്ങൾ ലോവർ ലിമിറ്റ് 1 ആണ്, 1 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 1 ആവും. സോ ഒരു പൈ ഒക്കെ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു മൈനസ് നമുക്ക് എന്ത് വരുന്നുണ്ട്? പൈ വരുന്നുണ്ട്. ഓക്കെ മൈനസ് പൈ ഇൻറ്റു നമുക്കൊരു പൈ വരും, മൈനസ് പൈ ഇൻറ്റു ദെൻ കോസ് n പൈ എക്സ് ഡിവൈഡ് ബൈ n ഐ. ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പൈ വരും, ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. സോ നമ്മൾ 1 പൈ ആ മൈനസാണ് ഇങ്ങോട്ട് എടുത്തത് കോസ് n പൈ. അപ്പോൾ നമ്മൾ കോസിന് n പൈ 2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 0.1 ആണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു മൈനസ് വരുന്നുണ്ട് അല്ലേ. 2 കൊടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. 2 കൊടുക്കുമ്പോൾ ഇത് 0, മൈനസ് ഓഫ് ആണ് 1 കൊടുക്കേണ്ടത്. മൈനസ് ഓഫ് 1 കൊടുക്കുമ്പോൾ മൈനസ് ഉണ്ടാവും. മൈനസ് പൈ ഇൻറ്റു കോസിൻ്റെത് കോസ് n പൈ ഡിവൈഡ് ബൈ n പൈ. കോസ് n പൈ ഡിവൈഡ് ബൈ n പൈ എന്ന് കിട്ടും. കോസ് n പൈ ഡിവൈഡ് ഇവിടെ പൈ നമ്മൾ ഔട്ട് സൈഡ് എടുത്തത്. ഓക്കെ നമുക്ക് ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് ഈ പൈ ഞാൻ ഉള്ളിൽ തന്നെ വെക്കുന്നത്, നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ പ്ലസും കൂടെ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ എക്സ് പൈ എന്നുള്ള രീതിയിൽ തന്നെ എഴുതേണ്ടി വരും. ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന പൈ എക്സിൻ്റെ പൈ ഉള്ളിൽ തന്നെ വെക്കണം, നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. സോ പൈ ഇൻറ്റു 1 എന്നാണ് വരിക. ഓക്കെ ആണല്ലോ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ സോ വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസും കൂടെ പ്ലസ് ആവും, രണ്ടും ഒരേ ടേമോ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ ഈ മൈനസ് ഇവിടെ മൈനസ് പൈ കോസ് n പൈ ബൈ n പൈ ആയിരിക്കും, ഇവിടെ പ്ലസ് പൈ ഇൻറ്റു കോസ് n പൈ ബൈ n പൈ ആയിരിക്കും. അപ്പോൾ രണ്ടും ഒരേ ടേം തന്നെ, ഒന്ന് പ്ലസ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് bn is equal to 0 എന്ന് കിട്ടും. bn is equal to 0. അപ്പോൾ ഞങ്ങൾ ഓരോ 1 by 1 സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഇതുവരെ എഴുതിയത് ഇവിടെ ഞാനിപ്പോൾ ഒരു ഇത് പറയുന്നത് 1 by 1 പൈ ഔട്ട് സൈഡ് എടുത്തിരുന്നു. പൈ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ രണ്ടിന്ന് നമുക്ക് പൈ ഔട്ട് സൈഡ് എടുത്തെടുക്കാം. ഇവിടെ പൈ പുറത്ത് വരുന്നേ ഉള്ളൂ, ആ രീതിയിൽ ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടുന്ന് മാത്രമാണ് പൈ എടുത്തത്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഇൻ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ എന്തായാലും ഞാൻ ഇനി ഒന്നും കൂടെ പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്താണ്. നമ്മളിപ്പോൾ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ പൈ എക്സ് ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് n പൈ എക്സ് ബൈ n പൈ ആണ്. മൈനസ് ആദ്യത്തിൻ്റെ ഡിഫറൻഷ്യൽ പൈ എക്സിൻ്റെത് മൈനസ് പൈ എന്നുള്ളത് ഇവിടെയും വരും, മൈനസ് പൈ എന്നാൽ 0 എന്നാണ്, നമുക്ക് തെറ്റൊന്നുമില്ല. ഇവിടെയും പൈ എന്ന് വരും, പൈ ഇൻറ്റു 1 ഇൻറ്റു സൈൻ പൈ ബൈ എക്സ്. പിന്നെ നമ്മൾ ഈ ലിമിറ്റ് കൊടുത്തപ്പോൾ ഇതെന്താണോ 0 ആയത്? നിങ്ങൾ 1 ആണ് കൊടുക്കുന്നത്, സൈൻ n പൈ ഇൻറ്റു 1 എന്ന് കിട്ടും. 0 ആണ് കൊടുക്കുന്നത്, സൈൻ n പൈ ഇൻറ്റു 0, അത് മൊത്തം 0 ആണത്. പിന്നെ ഇവിടെ മൈനസ് പൈ ഇൻറ്റു മൈനസ് സൈൻ n പൈ എക്സ്, അത് 1ഉം 2ഉം കൊടുത്താലും എന്താണ് നമുക്ക് 0 ആണ് കിട്ടുക. പിന്നെ ഈ കോസിൻ്റെ 2 ടേം മാത്രമാവും. നിങ്ങളൊന്ന് ഈ പറയുന്ന പോലെ ഇവിടെ അപ്പർ ലിമിറ്റ് 1ഉം അവിടെ അപ്പർ ലിമിറ്റ് 2ഉം കൊടുത്താൽ മതി, നമുക്ക് ഈ ടേം കിട്ടും. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ സോ ഇതാണ് നമ്മൾ ആൻസർ വരിക, ഓപ്ഷൻ സി 0. ഓപ്ഷൻ സി 0 ആണ് നമ്മുടെ bn എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഇത് വരുന്നത്. നൗ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇപ്പോൾ അവിടെ 4 ഇൻ്റർവെല്ലാണ് വരുന്നത്. -2 to -1, -1 to 0, 0 to 1, 1 to 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണ് നമ്മളിവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്? എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? ഏതാണ്? ഇവിടെ മുതൽ ഏത് വരെയാണ്? -1 മുതൽ 2 വരെ. ഓക്കെ -2 മുതൽ 2 വരെ, -2 മുതൽ 2 വരെ. ഓക്കെ അതായത് -c to c എന്ന് പറയുന്നത്, -c to c. സോ എന്താണ് c വരുന്നത്? 2 അല്ലേ.
അല്ലേ? കാരണം ഇതെന്താണ്, ഇതെങ്ങനെയാണ് മൈനസ് സി ടു സി വരെയാണ് വരുന്നത്, മൈനസ് സി ടു പ്ലസ് സി വരെ. അപ്പോൾ എന്താണ് ഇവിടെ സി എന്ന് പറയുന്നത്? സി നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സി നമുക്ക് 2 എന്ന് കിട്ടി. ഇത് നമ്മളോട് A0 ആണ് ചോദിച്ചിട്ടുള്ളത്. A0 ആണ് ചോദിച്ചിട്ടുള്ളത്. A0 എളുപ്പമാണ്, നമുക്ക് കോസും സൈനൊന്നും വരുന്നില്ല. എന്താ A0യുടെ ഇക്വേഷൻ? A0 സീക്വൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1/c. A0 ഈക്വൽ ടു 1/c ഇൻ്റഗ്രൽ 1/c 0 to 2c. അപ്പോൾ ഇവിടെ മൈനസ് സി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? എഫ് ഓഫ് എക്സ് ഡി എക്സ്. പക്ഷേ ഇവിടെ ഈ മൈനസ് സി ടു സി എന്ന് പറയുന്നത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 4 ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് ചെയ്യണം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/c എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റഗ്രൽ ഫസ്റ്റ് എടുക്കും. നമ്മൾ ഏതെടുക്കുന്നത്? -2 to -1 ഓക്കെ. ഫസ്റ്റ് നമ്മൾ -2 to -1. ഈ -2 to -1 എടുക്കുമ്പോൾ f1 ഓഫ് എക്സ് ആണ്. f1 ഓഫ് എക്സ് എന്താണ്? 0 ആണ്. 0 ഡി എക്സ് അല്ല, ഇവിടെ ഡി ടി ആട്ടോ. എഫ് ഓഫ് ടി അല്ലേ? ടിയുടെ ടേമിലല്ലേ? ടിയുടെ ടേമിലല്ലോ. ഇവിടെ എക്സിന് പകരം ടി ആണ്. സോ 0 ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ രണ്ടാമത്തെ ഇൻ്റർവെൽ പറയടോ. പ്ലസ് രണ്ടാമത്തെ ഇൻ്റർവെൽ എന്താ വരിക? -1 to 0 ആണ്. ഓക്കെ, -1 to 0 ഫംഗ്ഷൻ ഏതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്? 1 + t dt. ഓക്കെ, അടുത്ത് പ്ലസ് ഇൻ്റഗ്രൽ ഏതാണ് വരുന്നത്? 0 to 1 ആണ് നമ്മൾ ഇൻ്റർവെൽ വരുന്നത്. 0 to 1 പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 1 - t dt പ്ലസ് അടുത്ത ഇൻ്റഗ്രൽ 1 to 2 അല്ലേ? അടുത്ത ഇൻ്റഗ്രൽ 1 to 2 ഏതാണ് വരുന്നത്? കറസ്പോണ്ടിങ് ഫംഗ്ഷൻ 0 ആണ്. 0 dt ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. 0 dt ഇതാണ് ഇത് വരിക. A0 വരുന്നത്. ഓക്കെ, A0 വരുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഓൾറെഡി ഉള്ള 1/2 ഇൻറ്റു ഇതെന്തായാലും 0 വരുമ്പോൾ 0 വരും, ഇതും 0 വരും. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം ചെയ്താൽ മതി. 1 + t എന്താ അവിടെ വരിക? 1 നമുക്കറിയാം ടി ആണ്, പ്ലസ് ടിയുടെ എന്താണ്? t²/2. t + t²/2 ഏത് മുതൽ ഏത് വരെ? -1 മുതൽ 0 വരെ. -1 മുതൽ 0 വരെ പ്ലസ് അടുത്ത 1 - t എന്താണ്? 1 t ആണ്, മൈനസ് ടിയുടെ ഏതാണ്? t²/2 ഏത് മുതൽ ഏത് വരെ? 0 മുതൽ 1 വരെ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് വാല്യൂ കൊടുക്കുക. 1/2 ഇൻറ്റു ആദ്യം 0 കൊടുത്താൽ ടിക്ക് 0 കൊടുത്താൽ 0 ആണ്, t²ക്ക് 0 കൊടുത്താൽ 0 ആണ്. പിന്നെ ഒരു മൈനസ് ഓഫ് ആദ്യം ടിക്ക് -1 കൊടുക്കുന്നു. സോ -1 പ്ലസ് -1ൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ 1/2 -1 + 1/2. ഓക്കെ, പ്ലസ് ആദ്യം 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ 1 - 1/2 മൈനസ് 0 കൊടുക്കുമ്പോൾ 0. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എന്തൊരു -1. അപ്പോൾ 1/2 ഓൾറെഡി ഉണ്ട്. 1/2 ഇൻറ്റു ഓൾറെഡി 1/2 ഉണ്ട്. 1/2 ഇൻറ്റു മൈനസും പ്ലസ് 1 -1/2 പറയുമ്പോൾ -1/2 1 - 1/2 പ്ലസ് 1 - 1/2. ഓക്കെ, 1 - 1/2 പ്ലസ് 1 - 1/2 എന്ന് കിട്ടും. 1 + 1 2 -1/2 -1 -1 2 - 1 1 കിട്ടും. സോ അവർ ആൻസർ ഈസ് 1/2. ഓക്കെ, നമ്മുടെ A0 ആണ് ചോദിച്ചിട്ടുള്ളത്. A0 സീക്വൽ നമുക്ക് എന്ത് കിട്ടും? A0 ഈക്വൽ ടു 1/2. ഓക്കെ, A0 ഈക്വൽ ടു 1/2. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള 2 കാര്യങ്ങളൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഒന്ന് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളവിടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ റേഞ്ച് മാറ്റിക്കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത് സം ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻ്റർവെൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമ്മൾ 1/πക്ക് വരെ 1/c എന്ന് കൊടുക്കുക. 0 to 2c വരെ നമ്മൾ 0 to 2πക്ക് വരെ 2c എന്ന് കൊടുക്കുക. അപ്പോൾ A0യിൽ വ്യത്യാസമില്ല. A-നും B-നും ചെയ്യുമ്പോഴാണ് നമ്മൾ തെറ്റിക്കാറുള്ളത് പലരും. അവരെന്ത് ചെയ്യും? 1/πക്ക് വരെ 1/c എടുക്കും. 0 to 2πക്ക് വരെ 0 to 2c എടുക്കും. പക്ഷേ എന്ത് ചെയ്യൂല? sin nx അല്ലെങ്കിൽ cos nx മാറ്റാൻ മറക്കും. അതെന്താണ് വരിക? sin nxന് വരെ sin nπx/c ആണ്. cos nxന് വരെ cos nπx/c ആണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഏത് വരുന്നത്? നമ്മൾ ഫോറിയർ സീരീസ് നിങ്ങൾ സിലബസിലെ ഫസ്റ്റ് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ 2πയും 2cയും എടുത്തിട്ടുള്ള പീരിയഡ് എടുത്തിട്ടുള്ള ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷനും അതുപോലെ ഹാഫ് റേഞ്ച് എക്സ്പാൻഷനും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾ ചെയ്യുന്ന അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്ന കേസും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കേസും എന്ത് ചെയ്യുക? നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ തന്നെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു.